بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحابه الفائزين برضا الله. أما بعد فأوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحن نزلنا الذكر وإنا له لحافظون. صدق الله مولانا العظيم. വന്യരായ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവറുകളെ, മറ്റിവിടെ പങ്കെടുത്ത പാണക്കാട് സാദാത്തുക്കളെ, സമസ്തന്റെ മുശാവറ അംഗങ്ങളും അല്ലാത്തവരുമായ മഹാന്മാരായ ഉലമാക്കളെ, പല ആളുകളെ പേര് വേറെ വേറെയായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം സമയത്തിന്റെ പോക്ക് സൂക്ഷിച്ചുകൊണ്ട്, പിന്നെ ഒരുപാട് ധാരാളം ആളുകളോട് സംസാരിക്കാനുണ്ട്. അന്നലക്ക് ഇവിടെ കൂടിയ സാദാത്തുക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, വിദ്യാർത്ഥികളെ, കാരണവന്മാരെ, മഹൽ വ്യക്തികളെ, ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കാൻ തൗഫീഖ് തന്ന റബ്ബുൽ ഇസ്സത്തിനെ ആദ്യമായി ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇതിനെ കളമൊരുക്കിയ സംഘാടകരെയും പ്രവർത്തകരെയും സഹായികളെയും ഞാൻ അഭിനന്ദിക്കുകയും അല്ലാഹു തആല രണ്ടു വീട്ടിലും അവർക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സൗദി അറേബ്യയിൽ നിന്ന് വന്ന പ്രതിനിധികൾ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ അസീസ് അവറുകൾ, ഷെയ്ഖ് സലാഹ് മുഹമ്മദ് അലി അവറുകൾ, മറ്റ് പ്രധാനപ്പെട്ട മഹൽ വ്യക്തികളെ, സാധാരണക്കാരായ സ്നേഹിതന്മാരെ, നമ്മുടെ ഈ പരിപാടി അല്ലാഹു തആല സ്വീകരിച്ചൊരു ഇബാദത്താക്കി തീർക്കട്ടെ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച മദീന പള്ളിയിൽ സ്ഥാപിച്ച ദർസ് ഹാൾ, അവിടെ കാര്യമായി നടന്നിരുന്നത് പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കൽ, അതിന്റെ വ്യാഖ്യാനമായ ഹദീസ് മനസ്സിലാക്കൽ. ഇതായിരുന്നു ആ മഹത്തായ കോളേജിൽ നടന്ന പ്രധാനപ്പെട്ട വിഷയം നമുക്കറിയാൻ സാധിക്കും. നമ്മുടെ കേരളത്തിൽ മുൻകാലങ്ങളിൽ അധികം ഛർദിച്ചത് ബഹുമാനപ്പെട്ട ദീനി ഉലൂം, ഫിഖ്ഹിന്റെ വിഷയങ്ങൾ, ഇതിനായിരുന്നു നമ്മുടെ ഉലമാക്കൾ മുൻഗണന നടന്നിരുന്നത്. അധികം ഖുർആൻ ഹിഫ്ളാക്കുന്ന പണി ആ കാലഘട്ടത്തിൽ കുറവായിരുന്നു. അപ്പൊ ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ പ്രത്യേകിച്ചും ഹാഫിളീങ്ങൾ കുറവായിരുന്നു. നമ്മുടെ നേതാവ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ 7 വയസ്സ് സമയത്ത് തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കി. പിന്നീട് ശരീഅത്തിന്റെ ഇൽമും മറ്റതെല്ലാം പഠിച്ച് ഇൽമിന്റെ ബഹറായി. അപ്പൊ രണ്ടും കൂടി ഒരുമിച്ചുകൂടി മഹാനാണ് നമ്മുടെ നേതാവായ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ. നേരത്തെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ കുറെ ആളുകൾ ഇപ്പോൾ ഹാഫിളീങ്ങളായിട്ടുണ്ട്. ഹാഫിളാകലും അത് പ്രകാരം തന്നെ അതോടുകൂടെ ആലിമാകലും വല്ലാത്ത സ്ഥാനമാണ്. ചില മഹാന്മാർ പറയുന്നത്, നമ്മുടെ ഭൂമിയിൽ നിന്ന് മേൽഭാഗത്തേക്കാണ് നോക്കിയാൽ ചില നക്ഷത്രങ്ങൾ, തിളങ്ങുന്ന വസ്തുക്കൾ നമുക്ക് കാണാൻ കഴിയും എന്നതുപോലെ തന്നെ മേൽഭാഗത്തുനിന്ന് കീഴ്ഭാഗത്തേക്ക് നോക്കിയാൽ അതുപോലെ തന്നെ വളരെ തിളങ്ങുന്ന വസ്തുക്കൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാലും കാണും. ആ കാണുന്നത് പ്രത്യേകമായി മഹാന്മാർ രേഖപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി സ്ഥാപിച്ച പള്ളി, അത് അവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ വളരെയധികം നക്ഷത്രം പോലെ തിളങ്ങിക്കാണും. മറ്റൊന്ന് പറയുന്നത്, ശരിയായ ഹാഫിളീങ്ങൾ, അവര് ശരീഅത്തിന്റെ ഇൽമു പഠിച്ച് അതനുസരിച്ച് അമൽ ചെയ്യുന്ന ഹാഫിളീങ്ങൾക്കുള്ള വീട്, അത് അവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ നക്ഷത്രം പോലെ അങ്ങനെ തിളങ്ങിക്കാണും എന്നാണ് മഹാന്മാർ പറഞ്ഞത്. അപ്പൊ അത്രയധികം സ്ഥാനമുള്ള ഒരു കാര്യമാണ് ഇൽമും ഹിഫ്ളും രണ്ടും കൂടി ഒരുമിച്ച് കൂടി ഉണ്ടാവൽ. അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ 15 കൊല്ലം അവധി വെച്ചുകൊണ്ട്
സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ചത്. അതിൽ 2-3 കൊല്ലം ഖുർആൻ മനപ്പാടാക്കൽ, ബാക്കി 10-12 കൊല്ലം ബഹുമാനപ്പെട്ട ശരീഅത്തും ലൗകിക വിദ്യാഭ്യാസമെല്ലാം പഠിക്കൽ. ഇതാണ് ഇതിന്റെ പരിപാടി എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹാഫിളീങ്ങൾക്ക് വലിയ സ്ഥാനമായിരുന്നു മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ബീറു മഅൂനയിൽ ഷഹീദായിരുന്ന ഹാഫിളീങ്ങൾ 70ഓളം വരുന്ന ഹാഫിളീങ്ങൾ ആ യുദ്ധത്തിൽ ഷഹീദായി. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത് വല്ലാതെ വ്യസനിപ്പിച്ചു. എന്ന് മാത്രമല്ല, അവരെ കൊന്ന ആളുകൾക്ക് കേടായിട്ട് ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാസിലത്തിന്റെ ഖുനൂത്ത് തന്നെ 1 മാസം പ്രഖ്യാപിച്ചു. അവർക്ക് കേടായിട്ടുള്ളത് 1 മാസം ഒന്നായിട്ട് ഈ ഹാഫിളീങ്ങളെ കൊന്നതിന്റെ പേര്. അത് പ്രകാരം തന്നെ പുണ്യനബിന്റെ വഫാത്തിന്റെ ശേഷം ധാരാളം യുദ്ധങ്ങളിൽ ഹാഫിളീങ്ങൾ മരണപ്പെട്ടുപോയി. അങ്ങനെ ഹാഫിളീങ്ങൾ മരണപ്പെട്ടു പോയ കാരണമാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി വിഷയം ചർച്ച ചെയ്തു. പല യുദ്ധങ്ങളും നടക്കുന്നു, പല ഹാഫിളീങ്ങളും ഇവിടെ ഷഹീദാവുന്നു. അതിനെപ്പറ്റി ഒരു ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ചെന്ന് പറയുകയുണ്ടായി. ഇനിയും പല യുദ്ധങ്ങൾ നടക്കും. ഹാഫിളീങ്ങൾ ഇങ്ങനെ വീണുപോയാൽ പിൻതലമുറയ്ക്ക് എങ്ങനെ ഖുർആൻ ലഭ്യമാവും എന്നതാണ് എന്റെ ചിന്ത. അപ്പൊ ഇന്നിപ്പം നടന്നതാ യുദ്ധങ്ങളിൽ തന്നെ ഒരുപാട് ആൾ ഷഹീദായി, ഖുർആൻ മനപ്പാടമുള്ള. അപ്പൊ ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഖുർആൻ മനപ്പാടാക്കൽ അങ്ങനെ ശരിക്കും നടക്കണം. അതോടുകൂടെ ഖുർആൻ പിൻതലമുറക്ക് കിട്ടാനുള്ളൊരു വഴിയും നമ്മൾ കണ്ടെത്തണം. അങ്ങനെ ചർച്ച ചെയ്ത് എന്താ നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ചോദിച്ചു. മഹാനവറുകൾ അഭിപ്രായം പറഞ്ഞു, ഇങ്ങനെ ശുഹദാക്കൾ ഷഹീദായി പോകുന്നതും ഖുർആൻ ഹാഫിളീങ്ങൾ ഷഹീദാവുന്നത് കൊണ്ട് ഖുർആൻ പിൻതലമുറക്ക് കിട്ടാത്തൊരവസ്ഥ വരാതിരിക്കാൻ ഒന്നായിട്ട് ക്രോഡീകരിക്കണം. ഖുർആൻ ഈ ഹിഫ്ളാക്കുന്നതിന്റെ പുറമെ റെക്കോർഡായി സൂക്ഷിക്കണം. യമാമ യുദ്ധത്തിൽ 700-ൽ പരം ഖുർആൻ ഹാഫിളീങ്ങളാണ് വഫാത്തായത്. ആ യമാമ യുദ്ധത്തിന്റെ പശ്ചാത്തലം സംസാരിക്കാനാണ് ഞാൻ ഇപ്പോൾ വന്നത്. അപ്പൊ എന്താ യമാമ യുദ്ധത്തിൽ നമുക്ക് പരിപൂർണ വിജയം കിട്ടിയില്ലേ? 10,000-ൽ പരം ആളുകൾ അവർ വീണ്. അത് ശരി, 700-ൽ പരം ആളുകൾ ഖുർആൻ മനപ്പാടമുള്ളവർ നമ്മളെ സൈഡിൽ നിന്നും വീണ്. ഇങ്ങനെ വീണു പോവുകയാണെങ്കിൽ പിൻതലമുറക്ക് ഇങ്ങനെ ഖുർആൻ കിട്ടും എന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. അത് നിങ്ങൾ കാണുന്ന വഴിയെന്ത് എന്ന് ബഹുമാനപ്പെട്ടവര് ചോദിച്ചപ്പോൾ മഹാനവരൊക്കെ റെക്കോർഡാക്കണം. ഖുർആൻ മനപ്പാടമാക്കുന്ന പരിപാടി ശരിക്കും നടന്നുകൊണ്ടിരിക്കെ തന്നെ ഖുർആൻ ഒന്നായിട്ട് ക്രോഡീകരിക്കണം. മഹാനവറുകൾ ആദ്യം പറഞ്ഞു, പുണ്യനബി ചെയ്യാത്ത ഒരു കാര്യം നമ്മളെങ്ങനെ ചെയ്യും? അങ്ങനെ ഖുർആൻ 30 ജുസ് ഒന്നായിട്ട് ക്രോഡീകരിച്ച് തങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ തങ്ങൾ വഫാത്തായ ഉടനെ തന്നെ നമ്മളെങ്ങനെ ചെയ്യും? അപ്പൊ തങ്ങൾ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. മഹാനവർ എന്ന് പറഞ്ഞു, വല്ലാഹി ഹാദാ ഖൈർ. തങ്ങൾ ആ പണി ചെയ്തിട്ടില്ലെങ്കിൽ തങ്ങൾ ചെയ്യാത്ത എത്രയോ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഒഴിച്ചുകൂടാത്തൊരു ഭാഗമാണ് ഖുർആൻ ഒന്നായിട്ട് ക്രോഡീകരിക്കൽ. ഇവിടെ മൊത്തത്തിൽ മുത്തനാശയക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം, അതായത് മൗലൂദും മറ്റൊക്കെ കഴിച്ചാൽ അത് സിദ്ദീഖ് കഴിച്ചിക്കണോ
ചോദ്യം പൊതുജനങ്ങൾ വിത്തനാക്കാൻ വേണ്ടി. റസൂലുള്ളാഹിന്റെ മൗലൂദ് കഴിച്ചിക്കണോ? എന്നാ റസൂലുള്ള ഖുർആൻ ഇങ്ങനെ ക്രോഡീകരിച്ചിക്കണോ? റസൂലുള്ള പൂള വീങ്ങി തിന്നുകണോ? ഇതൊക്കെ ചോദിച്ചാൻ പുറപ്പെട്ട തലയും വലില്ലാത്തല്ല. അപ്പൊ തങ്ങൾ ചെയ്യാത്ത ഒന്ന് ചെയ്യേണ്ടതുണ്ട്. വല്ലാഹി ഹാദാ ഖൈർ എന്ന് സത്യം ചെയ്തിട്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഏതായാലും ചർച്ച നീണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വിഷയത്തിലേക്ക് വന്ന് എന്നാ അങ്ങനെ ഇല്ല, ന്യായം പറഞ്ഞിട്ട് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിന്റെ അഭിപ്രായത്തോട് സിദ്ദീഖ് ചേർന്നു. പക്ഷേ പാറിക്കിടക്കുന്ന ഖുർആൻ അങ്ങനെ ക്രോഡീകരിക്കണമെങ്കിൽ നല്ല പ്രയാസമുണ്ടത്. ചില ആളുകൾ കുറെ ആയത്ത്, ചില ആളുകൾ മറ്റു ചില ആയത്ത് ഒന്നായിട്ട് റെക്കോർഡാക്കണമെങ്കിൽ നല്ല പ്രയാസം ഉണ്ട്. ഇനി നമ്മളെ കാലം കഴിഞ്ഞാൽ അതിലും വലിയ പ്രയാസം വരും. അപ്പൊ ഈ സമയത്ത് നമ്മൾ കിട്ടണം. പിന്നെ അവരുടെ ആലോചന ഇതിനു വേണ്ടി സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ കൺവീനറാക്കി തീരുമാനിക്കണം. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തങ്ങൾക്കുള്ള പ്രൈവറ്റ് സെക്രട്ടറിയാണ്. തങ്ങളെ കാലത്ത് തന്നെ വഹയ്യുകൾ എഴുതി വെച്ചിരുന്ന ആളാണ്. വളരെയധികം ബുദ്ധിശക്തി, ഓർമ്മശക്തിയുള്ള ആളാണ്. വളരെ വിശ്വസ്തനാണ് സെയ്ദ് ഇബ്നു സാബിത്ത്. മൂപ്പരെ വരുത്തിയിട്ട് ചർച്ച ചെയ്യണത് എന്ന് അവർ രണ്ടാളും തീർച്ചയാക്കി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തായാലും ഇത് നമ്മൾ ഉത്സാഹരാത്തതുകൊണ്ട്. കാരണം സഹാബിമാര് കഴിഞ്ഞാൽ അമ്പിയാക്കന്മാര് മുർസലീങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അള്ളാന്റെ സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു. ഒരു വീഴ്ച നമ്മൾ ഉത്സാഹരാത്തതുണ്ട് ഇവിടെ. ഇപ്പഴത്തേക്ക് ആളാക്കി. അങ്ങനെ സെയ്ദ് ഇബ്നു സാബിത്തിനെ വിളിക്കാൻ ആളയച്ചു. ഇവർ രണ്ടാളും ഇരിക്കുന്ന സ്ഥലത്തേക്ക് സെയ്ദ് ഇബ്നു സാബിത്തിന് കയറി വരാം. എന്താ പക്ഷെ തമ്പുരാൻ ഇത്ര വലിയ ആളുകൾ എന്നെ ക്ഷണിച്ചതെന്ന് ആ വേജാറിന കാര്യം അവരും അവതരിപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഇന്ന ആവശ്യത്തിനാണ് വിളിച്ചത്. അപ്പൊ നിങ്ങളെ അത് ക്രോഡീകരിക്കും ആണ് തീരുമാനിച്ച് ഞങ്ങളിത്. മൂപ്പരും പറഞ്ഞത് ഏത് തങ്ങൾ ചെയ്യാത്തൊരു കാര്യം ഇപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? ചോദ്യം. അങ്ങനെ വിഷയം മനസ്സിലാക്കി അതിന്റെ കേട് മനസ്സിലാക്കി കൊടുത്തപ്പോൾ മഹാനവറുകൾക്കും അതിലേക്ക് വന്നു. മൂന്നാളും ഖുർആൻ ഒന്നായിട്ട് ക്രോഡീകരിക്കുക എന്ന വിഷയത്തിൽ ഒത്തു. എന്ന് മാത്രമല്ല, നിങ്ങളെ ഇനി ഞങ്ങൾ കൺവീനറാക്കുന്നത്. കാരണം നിങ്ങൾ കുറച്ച് ബുദ്ധിശക്തിയുള്ള ആളാണ്, ചെറുപ്പക്കാരനാണ്. അന്നേ തങ്ങൾക്കുള്ള വഹയ്യകളും മറ്റും കുറെ എഴുതി സൂക്ഷിച്ച ആളാണ്. തങ്ങൾ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനം ഉണ്ടായതുകൊണ്ട് നിങ്ങളെ ഇതിന്റെ കൺവീനറാക്കുന്നു. ഇവർ രണ്ടാളും പറഞ്ഞാൽ എനിക്ക് കഴിയൂല എന്ന് പറയാൻ കഴിയൂല. ഒരു വാക്ക് മൂപ്പര് പറഞ്ഞ ആ സമയത്ത് ഇവിടുത്തെ നിങ്ങൾ രണ്ടാളും കൂടി ഉഹദ് മല അങ്ങോട്ട് പറച്ചുകൊണ്ട് കൊണ്ടാ തലേ കയറ്റി എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ എളുപ്പം അതായിരുന്നു എന്ന് മഹാനവർ പറഞ്ഞു. അത്ര വലിയ പ്രയാസപ്പെട്ട വിഷയത്തിലേക്കാണ് എന്നെ നിങ്ങൾ വിടുന്നത്. എനിക്ക് ഉഹദ് മല തലേ കയറ്റിയാലാണ് ഇതാണ്ട് എളുപ്പം. കാരണം ഒരായത്ത് വിട്ടുപോയാൽ പ്രശ്നമാണ്. പിന്നെ ഈ ആയത്തുകളൊക്കെ പല സ്ഥലത്തു നിന്നും തപ്പിപ്പിടിച്ചുണ്ടാക്കണമെങ്കിൽ നല്ല പ്രയാസമുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വരാതെ തിരിച്ചല്. ഏതായാലും മൂപ്പര് അതിനെ ഏൽപ്പിച്ചു. ഒന്നായിട്ട് മൂപ്പര് ക്രോഡീകരിച്ചു, ഇവരെ മുന്നിലെത്തിച്ചു. അങ്ങനെ പരിശോധനയൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഒന്നായിട്ട് ഖുർആൻ നമ്മളിന്ന് കാണുന്ന മുസ്ഹഫായിട്ട് റെക്കോർഡായിട്ട് സൂക്ഷിച്ചു, ഒരുമിച്ച് കൂട്ടിയിട്ട്. നമ്മളതിന് മുസ്ഹഫ് എന്ന് പറയും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ് പേരിട്ടത്. ഈ മുസ്ഹഫ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് ഈ റെക്കോർഡിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേരിട്ടത് മുസ്ഹഫ്. അതോടുകൂടെ ശരിക്ക് ഖുർആൻ മനപ്പാടാക്കും വേണം. പിന്നെ നമ്മൾ ഭയം കൊണ്ട് കൂടുതൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി റെക്കോർഡാക്കും വേണം. കാരണം യമാമയിൽ 700 ഖുർആൻ മനപ്പാടുള്ളവരാണ് വഫാത്ത് ഷഹീദായത്. ഇനി യുദ്ധങ്ങൾ പലതും നടക്കാനുണ്ട്. ഷഹീദന്മാരൊക്കെ ഇങ്ങനെ പോവുകയാണ്. എന്ത്
ഖുർആൻ ഹാഫിളീനങ്ങളൊക്കെ അങ്ങനെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഖുർആൻ ക്രോഡീകരിച്ചു. അപ്പം മറ്റേ പുത്തനാശയക്കാർക്ക് നല്ലൊരു മറുപടി ഉണ്ട്. ഇത് ഈ മൗലൂദ് തങ്ങൾ എഴുതുകണോ, ഖുർആൻ നന്നായി ക്രോഡീകരിച്ച് തങ്ങൾ എഴുതുകണോ? അങ്ങോട്ടും ചോദിക്കുക. പിന്നെ മത്തന്റെ കറി തങ്ങൾ മുറുകനെ കൂട്ടിക്കണോ? അങ്ങോട്ട് ചോദിച്ചെന്നെ. അപ്പൊ ഓല് ചെയ്തിനിയൊന്നാണ് ദീനിപ്പം. ഓല് ചെയ്ത് സമ്മതിച്ചതാണെന്ന് മനസ്സിലായാൽ മതി. ഓല് നേരെ ചെയ്തോളന്നില്ല. അപ്പൊ അങ്ങനെ വല്ലാഹി ഹാദാ ഖൈർ, തങ്ങൾ ചെയ്യാത്ത ഈ കാര്യം റബ്ബിനെ തന്നെ സത്യം ഖൈറാണ്. പിന്നെ രണ്ടാമത്തെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സെയ്ദ് ഇബ്നു സാബിത്ത് സംസാരിച്ച പറഞ്ഞു വല്ലാഹി ഹാദാ ഖൈർ. അതുകൊണ്ട് ഏതായാലും തങ്ങൾ ചെയ്യാത്തൊരു കാര്യം നമുക്ക് ചെയ്യൽ നിർബന്ധമായതുകൊണ്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടാണ് മുസ്ഹഫൻ. അപ്പൊ ഇങ്ങനത്തെ വിഷയം വരും നിങ്ങൾ മൊത്തത്തിൽ ചോദിച്ചാൽ മതി. എന്താണ് മൗലൂദ് തങ്ങൾ കഴിച്ചു, ഖുർആൻ ക്രോഡീകരിച്ചു തങ്ങൾ ഇല്ലല്ലോ. അത് തങ്ങൾ ചെയ്യാത്ത കാര്യമുണ്ട് ഇവിടെ. അത് ചെയ്യും. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. അങ്ങനത്തെ നല്ല കാര്യമൊക്കെ ചെയ്യാൻ തങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. അങ്ങനെ ഖുർആൻ ക്രോഡീകരിച്ച് ചെയ്തു. അതോടുകൂടെ ഖുർആൻ ഹിഫ്ള് ശരിക്ക് നടത്തും വേണം. നമ്മളെ ഭയത്തിന് വേണ്ടി അഥവാ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി റെക്കോർഡുമാക്കണം എന്നവിടെ തീരുമാനിച്ചു. യമാമ യുദ്ധമാണ് അതിന്റെ കാര്യമായ കാരണം. 700-ൽ പരം ഖുർആൻ ഹാഫിളീങ്ങളെ ഷഹീദായി. അജ്ജാതി ഒരു യുദ്ധം സഹാബത്ത് ചെയ്തിട്ടില്ല എന്ന് ചരിത്രക്കാരൻ രേഖപ്പെടുത്തും. ലം യറൽ മുസ്ലിമൂന മിസ്ലഹു. യമാമ യുദ്ധത്തിന്റെ മാതിരി ഒരു യുദ്ധം മുമ്പ് മുസ്ലിമീങ്ങൾ ചെയ്തു നോക്കിയിട്ടില്ല. അത്തര പൊടി പാറിയ യുദ്ധമായിരുന്നു. ആ യുദ്ധത്തിന്റെ കനം കൊണ്ട് മഹാന്മാരായ സഹാബത്ത് ശക്തി കൊണ്ട് അവിടെ തവസ്സു ഇസ്തിഹാദ ചെയ്തു. ബഹുമാനപ്പെട്ട തഫ്സീർ ഇബ്നു കസീറിൽ അദ്ദേഹത്തിന്റെ അൽ ബിദായത്തുൻ നിഹായൽ ഗിയർ പറയാ മുഹമ്മദാ വാ മുഹമ്മദാ. സഹാബത്തിന്റെ മുദ്രാവാക്യം യമാമയിൽ അതായിരുന്നു, നബിയെ കാക്കണേ, നബിയെ കാക്കണേ. കാരണം അത്തര ഗൗരവമുള്ള യുദ്ധമാണ് യമാമ യുദ്ധം. ലം യറൽ മുസ്ലിമീന മിസ്ലഹു. ഏതാണ് ഈ മുസ്ലിം? ബദറും വഹദും ഹന്തക്കൊക്കെ ചെയ്ത് പയറ്റ മുസ്ലിമീങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഇജ്ജാതി ഒന്നും മുസ്ലിമീങ്ങൾ മുമ്പ് ചെയ്തു നോക്കിയിട്ടില്ല. അത്ര ഘോരമായ 700-ൽ പരം ഖുർആൻ മനപ്പാടുള്ളവർ ഷഹീദായി. അതാണ് ഖുർആൻ ക്രോഡീകരിക്കാനുള്ള കാരണം. അതിന് മുമ്പൊക്കെ ഖുർആൻ മനപ്പാടാക്കല, ഇനിയും മനപ്പാടാക്കണം. ഇമാം ഷാഫി തങ്ങളെപ്പോലത്തെ നിരവധി ആളുകൾ ആലിമീങ്ങളും ഹാഫിളുകളുമാണ്. അപ്പൊ നമ്മുടെ ഈ പരിപാടി ശരിക്കും നടന്നു വന്നാൽ, 10-15 കൊല്ലത്തിന്റെ ഈ പ്രവർത്തനം ശരിക്കും നടന്നു വന്നാൽ ധാരാളം ആലിമീങ്ങളും ഹാഫിളീങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതിനുവേണ്ടി നിങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കണം. നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ അതൊന്നും പ്രയാസമുള്ള കാര്യമല്ല. ഇങ്ങനത്തെ ഇൽമി വിഷയത്തിന് തക്കതായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ എന്ന് നമ്മൾ തങ്ങൾ ഉദ്ഘാടനത്തിൽ പ്രസംഗിക്കും. തക്കതായ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ദാനധർമ്മങ്ങൾ അത് കൊടുത്ത മേഖലക്കനുസരിച്ച് അതിന്റെ കൂലി. അതിന് മഹാന്മാർ അല്ലാമ സുയൂത്തി തങ്ങൾ തന്റെ അൽ ഹുമാസി എന്ന കിതാബിൽ പറയുന്നത്, ഒരു ദിർഹം എന്നവല് പറഞ്ഞ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഉറുപ്യ ഒരു സാധുവിനോട് കൊടുത്ത് അധ്വാനിക്കാൻ കഴിയുന്ന, അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ 10 എന്ന് അവിടെ എഴുതും, 10 ഗുണം. അതേ ഒരു പോലത്തെ ഒരു ഉറുപ്പിക തന്നെ അധ്വാനിക്കാൻ കഴിയാത്ത ഒരു സാധുവിനോട് കൊടുത്തു 90 എന്നതിന് കൂലി ചെയ്ത് അവിടെ. ഇത് അധ്വാനിക്കാൻ കഴിയാത്ത ആളായതുകൊണ്ട്. അതിന് ഉദാഹരണങ്ങൾ അഴ്മാവദ്ദമിൻ, ഇതാണ് സുയൂത്തി അവിടെ ഉദാഹരണങ്ങൾ. കുരുടൻ, വാദം പിടിച്ച് സൈഡ് വയഞ്ഞോൻ, ഓനാണ് ഈ ഒരു ഉറുപ്പ്യ കൊടുത്തത് എങ്കിൽ 90 എന്നതിന്റെ കൂലി ചെയ്തത്. അത് തന്നെ കുടുംബത്തിൽ കുഴങ്ങിയ ഒരാൾക്കാണ് കൊടുത്തത് എങ്കിൽ ഒരു ഉറുപ്പ്യന്റെ കനം
900 നാണയം ഇതിന്. ഒറ്റ ഉറുപ്പിയാണ് ഈ 3 സ്ഥലത്തും വരുന്നത്. കൊടുത്തിന്റെ മേഖല വ്യത്യാസം. മാതാപിതാക്കൾക്കാണ് ആ 1 ഉറുപ്പ്യ സദക്ക ചെയ്ത് എങ്കിൽ, ഇതൊക്കെ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി അൽ ഹുമാസിയിൽ പറയുന്ന വിഷയമാണ്. മാതാപിതാക്കൾ ഉമ്മാക്കൊരു ഉറുപ്പ്യാണ് കൊടുത്ത് ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള ഘട്ടത്തിൽ ചെലവ് കൊടുക്കൽ നിർബന്ധം. അത് വേറെ ഒന്ന്. ഉമ്മാന്റെ സന്തോഷത്തിന് വേണ്ടി 1 ഉറുപ്പ്യാണ് കൊടുത്ത് സദക്കായിട്ട് 1,00,000 എന്നാ അതിന്റെ കൂലി ചെയ്യുന്നത്. നേരെ മറിച്ച് ഇൽമി വിഷയത്തിനാണ് ഇങ്ങനത്തെ പദ്ധതിക്കാണ് ആ സഹായിച്ചത് എങ്കിൽ 9 ലക്ഷം എന്നാണ് 1 ഉറുപ്പ്യക്ക് കൂലി എഴുതുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ അദ്ദേഹത്തിന്റെ ഹുമാസി എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു. പിന്നെ 10 മുതൽക്ക് 9 ലക്ഷം വരെ 1 ഉറുപ്പ്യന്റെ കൂലി. അപ്പൊ ഇൽമി വിഷയത്തിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യം എന്നതിൽ നിന്ന് മനസ്സിലാണ്. പിന്നെ ഉപ്പിൽ അവിടെ നിന്നാണ് പറയുന്നില്ല. അപ്പൊ ആകാശത്തിന്റെ കീഴിൽ ഭൂമിന്റെ മുകളിൽ ഇൽമിന് വേണ്ടി ചെലവഴിക്കുന്നതിനെ കമച്ചു വെക്കുന്നൊരു മേഖലയില്ല. കാരണം അതിൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവനാണ് അറിവ്. അപ്പൊ അതിന് നമ്മൾ സഹായിച്ച് ആലിമീങ്ങളായ ഹാഫിളീങ്ങളെ വാർത്തെടുക്കുന്നതിൽ പങ്കു ചേർന്നാൽ വലിയ നിഅമത്തും വലിയൊരു ഇബാദത്തുമായി അത് വകവെച്ച് കിട്ടും എന്നതാണ് നമ്മുടെ രേഖകളിലുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മഹത്തായ പരിപാടി വലിയ പരിപാടിയാണ്. ആലിമിനെ ഹാഫിളീനെയും വാർത്തെടുക്കുന്ന പരിപാടിയാണ്. എൻ്റെ പിന്നാലെ നമ്മൾ കൂടി വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് ഈ പരിപാടി വിജയിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ്. നീണ്ടു സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഖുർആൻ മനപ്പാടാക്കണം, ഖുർആൻ ധാരാളം നമ്മൾ ഓതണം, നമ്മളെ കുട്ടികളൊക്കെ ഈ മനപ്പാടാക്കുന്ന വിഷയത്തിൽ പ്രേരിപ്പിക്കണം. അതുപോലെ വെറും ഖുർആൻ മനപ്പാടമാക്കി അതൊക്കെ പാടാക്കി പിന്നെ ഫോണിലേക്ക് പോയി കണ്ട് പിന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മറന്നാലോ വലിയ തെറ്റാണ്. അപ്പം അതിനെ സൂക്ഷിച്ച് തന്നെ പോരണം. അത് നന്നായിട്ട് സൂക്ഷിക്കാൻ ഇൽമും കൊടുക്കണേന്. അപ്പോൾ വളരെയധികം സൂക്ഷിച്ച് അവർ പോരും. മറ്റേ ഖുർആൻ മനപ്പാടാക്കി അത് നഷ്ടപ്പെട്ടു പോകുകയാണ് വലിയ തെറ്റാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി തങ്ങൾ പാടാക്കിയിൽ തന്നെ വളരെ ഛർദ്ദിച്ചുകൊണ്ട് അത് പുതുക്കണം. കെട്ടിടപ്പെട്ട ഒട്ടകത്തിന്റെ മാതിരി ആണ് മൂമിന്റെ ഹൃദയത്തിലുള്ള മനപ്പാടമാക്കപ്പെട്ട ഖുർആൻ എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു. ഈ കയറുകൊണ്ട് കെട്ടിട്ട ഒട്ടകം ഇങ്ങനെ കുടഞ്ഞുകൊണ്ടും കാല് നീട്ടിക്കൊണ്ടും ആ കയറിറക്കാൻ നോക്കും. അത് കെട്ടിടപ്പെട്ട ഒട്ടകത്തിന്റെ സ്വഭാവം എന്നതുപോലെ ഖുർആൻ മനപ്പാടമാക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ചാടാൻ നോക്കും. അതിന് രക്ഷപ്പെടാനാണ് അതിന്റെ സ്വഭാവം. അപ്പൊ അതിന് നല്ല കറക്റ്റ് ചെയ്ത് മുന്തിയ കയറുകൊണ്ട് കെട്ടി വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ആ മനപ്പാടമാക്കിയത് ഒരു ലെവലേശം മറന്നു പോകാത്ത രീതിയിൽ ഈ കുട്ടികളെ ശീലിപ്പിച്ച് പോരണം. അല്ലെങ്കിൽ അതിന്റെ കട്ടക്കാലിൽ പോകും. അപ്പൊ അങ്ങനെയൊക്കെ ചിട്ടയിൽ ഉയർത്തി കൊണ്ടുപോകാനാണ് ഈ കുറേ മഹല്ലത്തുകാരൊന്നായിട്ട് ഏകീകരിച്ചുകൊണ്ട് ഇങ്ങനത്തെ വലിയൊരു സ്ഥാപനം ഇവിടെ തുടങ്ങാൻ വെച്ചത്. നിങ്ങളൊക്കെ സഹായം ഒത്താശ ഇല്ലെങ്കിൽ അതൊന്നും നടക്കൂല. സമസ്തന്റെ കീഴിലുള്ള അംഗീകരിക്കപ്പെട്ട 10,000-ഓളം മദ്രസ. എന്താണ് അതിന്റെ ശമ്പളം കൊടുക്കുന്നതിന്റെ എണ്ണം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 3.5 കോടി എന്നാവുന്നു മുസ്ലിം സമൂഹം ചെയ്യണത്. നിങ്ങളെ എതിരില്ലെങ്കിൽ എന്ത് കാട്ടും എന്നതുപോലെ ഇതിന് നല്ല ചെലവ് വരും. പക്ഷെ നിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിന്നാൽ ആ ചെലവെന്നൊരു പ്രശ്നമല്ല. നിങ്ങൾ ആഖിറത്തിനും വലിയ വിജയമാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടിന്റെ പിന്നിലൊക്കെ നമ്മൾ കൂടിക്കൊടുത്ത് ഇനി സഹായിക്കണം. ദീനീ വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കൽ വലിയ പുണ്യമാണ് എന്ന് നിങ്ങളോട് കൂട്ടി പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്ന വലിയ മഹാന്മാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നതാണ്. നമ്മളീ കൂടുതൽ അല്ലാഹു തആല സ്വീകരിച്ച വിഭാഗത്താക്കി തീർക്കട്ടെ. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ അവറുകൾക്ക് അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം മനോഹരമാക്കി കൊടുക്കട്ടെ, സന്തോഷകരമാക്കി കൊടുക്കട്ടെ. നമ്മുടെ നേതാവായ സമസ്തന്റെ വൈസ് പ്രസിഡന്റായിരുന്ന ഉമർ അലി ശിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ ഖബർ ജീവിതം അല്ലാഹു തആല സന്തോഷകരമാക്കട്ടെ.
നമ്മുടെ നേതാക്കന്മാരായ നിരവധി ആയാലും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ തങ്ങൾ, ബഹുമാനപ്പെട്ട അല്ലാമ ഖുത്ബി തങ്ങൾ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് തങ്ങളവർ, ഇങ്ങനെ നിരവധി ആളുകൾ വഫാത്തായിട്ടുണ്ട്. അവരൊക്കെ ഖബർ ജീവിതം അല്ലാഹു തആല സന്തോഷകരമാക്കി കൊടുക്കട്ടെ. അവരൊപ്പം സ്വർഗത്തിൽ കടക്കാൻ ഉള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ വിരമിക്കുന്നു. അസ്സലാമു